നമ്മുടെ അക്കൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാക്സ് ഓൺ ഓപ്ഷൻ ട്രേഡിംഗ്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റി അതിലുള്ള ടാക്സ് എങ്ങനെയാണ് വരുന്നത് അതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഓൾറെഡി ടാക്സ് കൊടുക്കണം, പക്ഷേ അതിൽ വ്യത്യാസങ്ങൾ വരാൻ പോവാണ്. അതായത് പുതിയ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ ഇറക്കാൻ പോകുന്ന പുതിയൊരു ബഡ്ജറ്റിൽ അതിൽ വ്യത്യാസങ്ങൾ വരാൻ പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഈ ഒരു ടാക്സ് ആണ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് നോൺ സ്പെക്കുലേറ്റീവ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്, അതായത് ബിസിനസ് ഇൻകം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഒരു ഗുണങ്ങൾ ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ബിസിനസിന്റെ പോലെ തന്നെ ആ ഒരു എക്സ്പെൻസും ഇതെല്ലാം നമുക്ക് ഇതിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ഈ ഒരു ബഡ്ജറ്റിൽ വരാൻ പോകുന്ന മെയിൻ വ്യത്യാസങ്ങൾ അത് സ്പെക്കുലേറ്റീവ് ഇൻകം ആയിട്ടാണ് കണക്കാക്കാൻ പോകുന്നത്, അതായത് നോൺ സ്പെക്കുലേറ്റീവ് ഇൻകം അല്ല. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നോ ബിസിനസ് അതായത് ബിസിനസ് ഇൻകം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഈ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ നമുക്ക് വരുന്ന ബ്രോക്കറേജ് അതുപോലെ വരുന്ന ചാർജസ് അതുപോലെ വരുന്ന ഇതെല്ലാം നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്ന ആ ഒരു പ്രോഫിറ്റിനാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടി വരുള്ളൂ. അതുപോലെ തന്നെ ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ, അതായത് സാധാരണ നമുക്ക് 8 വർഷം വരെയാണ് നമുക്ക് ഈ വരുന്ന അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ വരുന്ന ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ക്യാരി ഫോർവേഡ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ വർഷം ഒരു 10 ലക്ഷം, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം നമുക്കൊരു 5 ലക്ഷം രൂപ ലോസ് വന്നു എന്ന് വിചാരിക്കുക. ഈ വർഷം 10 ലക്ഷം പ്രോഫിറ്റ് ആയി. അപ്പോൾ നെറ്റ് എഫക്റ്റ് നമുക്ക് 5 ലക്ഷം ആ ഒരു എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അതിൽ വരുന്ന ആ ഒരു നെറ്റ് പ്രോഫിറ്റ്, അതായത് 10 ലക്ഷത്തിൽ 5 ലക്ഷം കുറച്ച് ബാക്കി 5 ലക്ഷത്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ഇത് നമുക്ക് 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു നോൺ സ്പെക്കുലേറ്റീവ് ഇൻകം ആയിരിക്കും. പക്ഷേ സ്പെക്കുലേറ്റീവ് ഇൻകം ആകുമ്പോൾ അതായത് നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ടല്ല കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് പിന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. ഒപ്പം തന്നെ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആ വർഷങ്ങളിലെല്ലാം ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാരി ഫോർവേഡിന്റെ അഡ്വാൻറ്റേജ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ 30% ടാക്സ് ആണ് വരാൻ പോകുന്നത്. അതായത് ലോട്ടറിക്കൊക്കെ നേരെ 30% വരില്ല, അതായത് കിട്ടുന്ന ഇൻകത്തിന്റെ നേരെ 30%. അതുപോലെയാണ് ഇനി ഓപ്ഷൻസിൽ വരാൻ പോകുന്നത്. അതേപോലെ തന്നെ TDS, ഈ ഒരു TDS നമുക്ക് എമൗണ്ട് കിട്ടുന്നതിന്റെ TDS അപ്പോൾ തന്നെ ഒരു 1% പിടിച്ചു പോകാനും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ടാക്സിൽ വ്യത്യാസം വരാൻ പോകുന്നത്. അത് ഉറപ്പായിട്ടില്ല, നമുക്ക് ബഡ്ജറ്റ് വരുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ വരുന്ന സോഴ്സസും ഒരുപാട് ചാനൽസിലും ഇങ്ങനെയെല്ലാം വരുന്നത് ഓൾറെഡി ഇങ്ങനെ വരാനാണ് സാധ്യതകൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു F&O അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസിൽ കൂടുതൽ ആളുകൾ ഇറങ്ങി ചെയ്യുന്നുണ്ടല്ലോ, ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മോണിറ്റർ ചെയ്യാനും അതൊരു ട്രാൻസ്പെറൻസി, അതിൽ എന്തോരം ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, ഇതെല്ലാം ഗവൺമെന്റിന് ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്സ് ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത്. അതുപോലെ അവർ പറയുന്നത് ഇത് ഒരുപാട് പേര് ലോസ് വരുത്തുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൽ അവർ ആദ്യം നോക്കുന്നത് പ്രോഫിറ്റാണ്. അതിൽ നിന്ന് ഇത്ര % ടാക്സ് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇൻവോൾവ് ആകുന്നവർ അല്ലെങ്കിൽ പുതിയതായി ഇറങ്ങുന്നവരുടെ എണ്ണം കുറയാനൊന്നും സാധ്യതയില്ല. അവർക്ക് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് അവർക്ക് ആ പ്രോഫിറ്റബിൾ ആണ്, ടാക്സബിൾ കഴിഞ്ഞിട്ട് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ചെയ്യും. അപ്പൊ അതൊരിക്കലും ഈ പറയുന്ന പോലെ അതിലേക്കുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റ് കുറയ്ക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇതിന് നല്ലൊരു ഇൻകം അല്ലെങ്കിൽ നല്ലൊരു ബ്രോക്കറേജ് അങ്ങനെ ഓൾറെഡി ഗവൺമെന്റ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നല്ലൊരു ടാക്സും കൂടി ഉൾപ്പെടുത്തിയാൽ അതും കൂടി ഗവൺമെന്റിന് ഒരുപാട് പേര് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അതും കൂടി ഗവൺമെന്റിന് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഉപകാരമായിരിക്കും. മേ ബി അവർ കണ്ടിട്ടുണ്ടാവും, നമുക്കറിയില്ല. ബഡ്ജറ്റ് വരുമ്പോഴാണ് ഇതിന്റെ ഒരു ക്ലിയർ പിക്ചർ, അതായത് എത്ര % ടാക്സ് ആണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയണ്ടോ. പക്ഷെ ഇങ്ങനെ വരാനാണ് സാധ്യത. അതുപോലെ തന്നെ പഠനങ്ങളും എല്ലാം ഇതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വിശ്വസത്തിലിരിക്കാം. പക്ഷെ എന്ത് തന്നെ ഉണ്ടായാലും എങ്ങനെയാണ് നമുക്ക് പോകുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ആവാണ്, നമുക്ക് ടാക്സ് അടച്ചതിന് ശേഷം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെയാണ് ബഡ്ജറ്റ് വരുന്നത്, ഓപ്ഷൻ ട്രേഡേഴ്സിന് വലയാണോ അത് നല്ല രീതിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വേഗം തന്നെ ഈ ചാനൽ ഫോളോ ചെയ്യുക. കാരണം വെച്ചാൽ നമ്മൾ ഈ ചാനലിൽ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് ടാക്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.